വിഖ്യാത തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ വിടവാങ്ങി. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. മരണവാർത്ത കുടുംബം സ്ഥിരീകരിച്ചു. രാജ്യം പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 4 തവണ ഗ്രാമി അവാർഡ് നേടിയ സംഗീത പ്രതിഭയാണ് വിടവാങ്ങിയിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇന്ത്യൻ സംഗീത രംഗത്തെ മാത്രമല്ല ലോകത്തെ സംഗീത രംഗത്ത് തന്നെ നിറഞ്ഞു നിന്നൊരു താളവിസ്മയമാണ് വിട പറഞ്ഞു പോകുന്നത്. ആദ്യം ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ മരണവാർത്ത മാധ്യമങ്ങളിൽ വന്നെങ്കിലും അത് കുടുംബം നിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും അദ്ദേഹത്തിൻ്റെ മരണവാർത്ത സ്ഥിരീകരിക്കുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീനാഥ് ചന്ദ്രൻ? ഇപ്പോഴും മൃതദേഹം ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ത്യയിലേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഇപ്പോൾ കുടുംബം ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അദ്ദേഹം കുറച്ച് നാളുകളെ അദ്ദേഹത്തിന് അവശതകൾ പലതും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹൃദയ സംബന്ധിയായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ICUവിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ പ്രത്യേക പരിചരണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ ഈ അവസാന നിമിഷം രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മരണം ഏറ്റവും ഒടുവിൽ കുടുംബം സ്ഥിരീകരിക്കുന്നു. നേരത്തെ വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടായിരുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണ വാർത്തകൾ വന്നത്. പിന്നീട് അത് കുടുംബം നിഷേധിച്ചതോടെയാണ് അതിൽ അങ്ങനെ ഒരു അവ്യക്തത ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ കുടുംബം കൂടി അക്കാര്യം സ്ഥിരീകരിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ അത് ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിനുണ്ടാക്കിയ ഒരു നഷ്ടം അത് വളരെ വലുതാണ്. വിഖ്യാതനായ സംഗീതജ്ഞൻ, തബല എന്നുള്ള വാദ്യോപകരണത്തെ അത് പാശ്ചാത്യ ലോകത്തേക്ക് അതിനെ എത്തിച്ച് അതിനൊരു മേൽവിലാസം, ഇന്ത്യയുടെ മേൽവിലാസമാക്കി അതിനെ മാറ്റാനൊക്കെ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബീറ്റിൽസിനെ പോലെയുള്ള പ്രമുഖരായ പല ബാൻഡുകളുമായൊക്കെ ചേർന്ന് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഗ്രാമി അവാർഡ് അടക്കമുള്ള ലോകവേദിയിലെ ഉന്നതമായ പല പുരസ്കാരങ്ങളും അദ്ദേഹത്തെ പലവട്ടം തേടിയെത്തി. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലും അദ്ദേഹത്തിന് ഗ്രാമി പുരസ്കാര വേദിയിൽ തിളങ്ങാൻ കഴിഞ്ഞത് അത്തരമൊരു ഉദാഹരണം മാത്രം. നമ്മുടെ രാജ്യവും പലവട്ടം പല അംഗീകാരങ്ങൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങി പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തെ തേടി എത്തുകയും ചെയ്തതാണ്. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഒരു ഇതിഹാസത്തിലേക്കുള്ള യാത്ര അദ്ദേഹം തുടങ്ങി എന്നതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പണ്ഡിറ്റ് രവിശങ്കറിന് വേണ്ടി 19-ാം വയസ്സിൽ ന്യൂയോർക്കിൽ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അതിൽ അദ്ദേഹത്തിൻ്റെ മികവ്, ആ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ലോകം തന്നെ ഇങ്ങനെ ഒരു വിസ്മയത്തെ ആദ്യമായി ഒരുപക്ഷെ തിരിച്ചറിയുന്നത്. പിന്നീട് അദ്ദേഹം ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ മികവ് കൂടുതൽ അദ്ദേഹം മെച്ചപ്പെടുത്തി കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വാക്കുകളാണ് അദ്ദേഹം പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത്. എപ്പോഴും ഒരു യജമാനല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വിദ്യാർത്ഥിയായി ഇരിക്കുക, എത്ര വലിയ ഉയരത്തിലേക്ക് പോയാലും എന്ന് തൻ്റെ അച്ഛൻ തന്നോട് പറഞ്ഞുവെന്ന് എപ്പോഴും അദ്ദേഹം പല അഭിമുഖങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരിക്കും വരെ അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായി തുടർന്നു. വാദ്യോപകരണങ്ങളെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. കേരളത്തിൽ പോലും അദ്ദേഹം പലവട്ടം വന്നു, പല സംഗീത പരിപാടികൾ നടത്തി. ചെണ്ടയടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള വാദ്യോപകരണങ്ങളെ അദ്ദേഹം സ്നേഹിച്ചു. അതേക്കുറിച്ച് അറിയാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. മലബാർ മഹോത്സവത്തിൽ കോഴിക്കോട് വെച്ച് അദ്ദേഹം നടത്തിയ പരിപാടി, കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പരിപാടി ഒരുപക്ഷെ ഹിന്ദുസ്ഥാനി സംഗീതത്തെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു നിമിഷമായിരുന്നു. ആ സംഭവത്തെക്കുറിച്ചും അദ്ദേഹം പലപ്പോഴും ഓർമ്മിച്ചെടുത്ത് സംസാരിക്കാറുണ്ട്. ഷാജി എൻ കരുണിൻ്റെ ചിത്രത്തിൽ വാനപ്രസ്ഥത്തിൽ പശ്ചാത്തല സംഗീതം ഒരുക്കിയതടക്കം സിനിമകൾക്ക് അദ്ദേഹം പശ്ചാത്തല സംഗീതം നൽകി. ചില സിനിമകളിൽ വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും അതിൽ അഭിനയിക്കുകയും കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ തിളങ്ങി നിന്നു. ഒരു ബ്രാൻഡായി, ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു ബ്രാൻഡായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വലിയ വിടവാണ്. ഏതായാലും മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. റീജിത്ത്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. രാജ്യത്തിന് വലിയ നഷ്ടമാണ്. അതുല്യ പ്രതിഭയാണ് വിട പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ കുടുംബം ഇപ്പോഴൊരു പ്രതികരണം നടത്തുന്നില്ല. വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ചൊരു വ്യക്തത വരും എന്നാണ് കരുതുന്നത്.